welcome to a super brand new episode of Once Upon a Time version 2.0. A day without a laugh is a day wasted എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒട്ടും സമയം വേസ്റ്റ് ചെയ്യേണ്ട, ഒരുപാട് നല്ല നല്ല ചിരിക്കഥകളൊക്കെ കേട്ട് മനസ്സിനെ അങ്ങ് സന്തോഷിപ്പിച്ച് നല്ലൊരു എപ്പിസോഡിനായിട്ട് കിക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫൺ റൈഡ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 സാരഥികളോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഷാജോൻ ചേട്ടൻ. വെൽക്കം ഷാജോൻ ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം നമ്മുടെ ബാക്ക് ബോൺ ദി എവർ എനർജറ്റിക് രമേശ് പിഷാരടി. വെൽക്കം രമേശ് ചേട്ടാ. നമസ്കാരം. നമ്മള് കണ്ടുപരിചയമുള്ള ആളാണ്. വണക്കം, വന്ദനം, നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇതെന്താ എല്ലാം കൂടെ പറയുന്നത്? സർവ്വ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. എന്റെ പേര് ഗംഗാധർജി. ഗംഗാധർജി. ജി ഇനീഷ്യലാണോ? അല്ലല്ല, ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് ബഹുമാനം കൊടുക്കും, ആരും ഇങ്ങോട്ടൊന്നും തരാറില്ല. അതുകൊണ്ട് എന്റെ ബഹുമാനം എന്റെ പേരിന്റെ കൂടെ ജി ചേർത്ത് ഞാൻ ഇട്ടു, വെറും ഗംഗാധരൻ, ഗംഗാധർജി. ആണാ? ഇതാരാ വന്നിരിക്കുന്നത്? അതെന്റെ മകൻ സുമേഷ് ജി. ജി ബഹുമാനത്തിന് വേണ്ടിയിട്ടതാണോ? അല്ല, അത് ബഹുമാനത്തിന് വേണ്ടിയിട്ടതല്ല, ഗംഗാധർജിയുടെ ജി ആണിത്. വെറുതെ ഇട്ടത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഉണ്ട്. പക്ഷേ ചേട്ടൻ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ലാഗാണ്. പക്ഷേ അത് എന്റെ ഒരു സ്റ്റൈലാണ്. പക്ഷെ സമയം പാഴാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആരോടും കോപം അരുത് എന്നാണ് എന്റെ പപ്പ എന്നെ പഠിപ്പിച്ചത്. അത് ഞാൻ ഇപ്പോഴും അനുസരിക്കാറുണ്ട്. പക്ഷേ എന്റെ പപ്പ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാവരെയും ചേർത്ത് നിർത്തണം. അത് ഞാനിപ്പോ സ്വീകരിക്കാറില്ല. എന്നാ പറ്റി? കാരണം എന്താന്ന് വെച്ചാൽ, പപ്പയുടെ വാക്ക് കേട്ട് ഞാൻ എല്ലാവരെയും ചേർത്ത് നിർത്തി 9 പ്രാവശ്യം COVID-19 എനിക്ക് വന്നു. ഇപ്പൊ നെഗറ്റീവ് ആയല്ലേ? നെഗറ്റീവ് ആയല്ലോ ഇപ്പൊ? ഇപ്പോൾ എല്ലാം നെഗറ്റീവാണ്. ശരി. ഇപ്പൊ എന്താ വരാൻ കാര്യം എന്താ ഇപ്പൊ ഇങ്ങോട്ട്? ഞാൻ ഇവിടെ വന്നത് എന്താന്ന് വെച്ചാൽ, ഞാനും എന്റെ മകനും കൂടി ഒന്ന് പുറത്തേക്ക് സഞ്ചാരത്തിനായി ഇറങ്ങണം എന്ന് നിശ്ചയിച്ചിരുന്നു. പൊയ്ക്കോളൂ. പോകാൻ സാധിക്കില്ല. ഞങ്ങളുടെ വീടിന് കുറുകെ ഒരു വാഹനം കിടക്കുന്നു. ഞങ്ങളുടെ വാഹനം പുറത്തിറക്കാൻ സാധിക്കും. അത് ഏത് വാഹനം? അത് ഞാൻ അതാ പറഞ്ഞു, നിങ്ങൾ ഈ നമ്മുടെ ഷൂട്ടിംഗ് ഫ്ലോറിന്റെ തൊട്ട് അപ്പുറത്ത് താമസിക്കുന്ന വീട്ടിലെ ആളല്ലേ? അപ്പുറത്താണ്. ഞാൻ വന്നപ്പോ തൊട്ട് കണ്ടിട്ടുണ്ടല്ലോ. വണ്ടി എടുത്ത് മാറ്റാൻ നമ്മുടെ ഷൂട്ടിംഗ് ഫ്ലോറിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാ. നമ്പർ പറയുവാണെങ്കിൽ നമുക്കത് അനൗൺസ് ചെയ്യാം. നിങ്ങൾ ആരുടെങ്കിലും എവിടെ വീട്? എവിടെ? എന്റെ വീട് ഇതിന്റെ പുറത്താണ്. എപ്പോഴും ഈ ഷൂട്ടിംഗ് കാണാൻ വരാൻ പറ്റില്ല. കാരണം 9 പ്രാവശ്യം കോവിഡ് വന്നു. 9x7 എന്ന് പറയുമ്പോൾ തന്നെ ദിവസങ്ങൾ ഒരുപാട് പോയി. അതെ. അല്ല, വണ്ടി നമ്മുടെ ഇവിടെ ഓഡിയൻസ് ആയിട്ട് വന്നവരുടെ ആരെങ്കിലും ആയിരിക്കും. അല്ല, നിങ്ങളൊക്കെ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാവോ? ഒരാൾക്ക് പുറത്തോട്ട് സാജോൺ ജി ആരെയും അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. തൂവെള്ള കളർ ഫോർച്യൂണർ ആണ്. അതെന്റെ വണ്ടിയാണുള്ളത്. അതെന്റെ വണ്ടിയാണ് ചേട്ടാ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഇപ്പൊ തന്നെ മാറ്റും. അല്ല, അത് എത്രയും പെട്ടെന്നൊന്ന് മാറ്റിയിട്ടാൽ ഞങ്ങളുടെ വാഹനം ഒന്ന് പുറത്തോട്ട് ഇറക്കാമായിരുന്നു. അതെ, ഡ്രൈവർ ഒന്ന് ചായ കുടിക്കാൻ പോയി, ചായ കുടിച്ച് വന്ന ഉടനെ മാറ്റാം. ആ ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഇറക്കാൻ പാകത്തിന് മാറ്റി തരും. ഞങ്ങളുടെ വാഹനം ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ ക്ഷമിക്കണം. ഇല്ല, പെട്ടെന്ന് മാറിയിട്ടില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. മകനെ, കോപം അരുത്, വരൂ. മിണ്ടരുത്, അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ. എന്നാ പിന്നെ ശതപടയും തന്നെ നമുക്ക് ആദ്യത്തെ പെർഫോമൻസിലേക്ക് കടക്കാം. പെർഫോം ചെയ്യുന്നത് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ജോസ് ഫ്രം തൃശൂർ. ജോസ്, വെൽക്കം ബാക്ക്. താങ്ക് യു. ജോസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചില പ്രത്യേക തരം ഭാഷകളും ഇംഗ്ലീഷും മലയാളം ഒക്കെ കേൾക്കാൻ റെഡി ആയിട്ടേ ഇരിക്കുള്ളൂ. അതെ, പൊരിക്കാൻ തയ്യാറട്ടല്ലേ വന്നേക്കുന്നേ? നൈസ് സാധനം ഉണ്ടെന്ന് ജോസിനെ കണ്ടപ്പോ തന്നെ പിഷു പറഞ്ഞു, കുറച്ച് വേറെ കുറച്ച് ലാംഗ്വേജ് നമുക്ക് പഠിക്കാൻ പറ്റും ചേട്ടാ, കണ്ടോണെന്ന് പറഞ്ഞു. അപ്പം തകർക്കണം. അപ്പൊ ഓക്കെ ജോസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഹായ്, നമസ്കാരം. കണ്ടത്തിൽ ട്രാക്ടർ അടിക്കുമ്പോൾ തെറിക്കും ചെളി, ഞാൻ ഇന്നവിടെ അടിക്കുന്നതിലും ഉണ്ടാവും ചെളി. ഇന്നത്തെ ദിവസം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വെളി. ഞാൻ അത് പറഞ്ഞതിലുണ്ടായിരുന്നു കേട്ടാ ഒരു വെള്ളി. ഞാൻ അവിടെ കിടന്ന് കൂടുതലും മെഴുകിയ പോകും ഒരു വഴി, ശ്രീഹള്ളിയിലോട്ടുള്ള വഴി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലോജിക്, ഓൾ അബൌട്ട് കോമിക്. നമസ്കാരം, എൻ്റെ പേര് ജോസ്. ദ അക്ഷരങ്ങൾ ഈസ് JOSE. രമേശേട്ടാ, നമുക്ക് എല്ലാവർക്കും ഓരോ ദുശീലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം മലയാളിയുടെ പ്രധാന ദുശീലം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ വന്ന പനി അപ്പുറത്തോൻ്റെ വീട്ടിൽ വന്ന അത് കൊറോണയാണ്. അമ്മ അതിലൊരു ദുശീലത്തെ പറ്റി പറഞ്ഞാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ആ ദുശീലത്തിൻ്റെ പേരാണ് ദിക്ലിജ്ഞൻ. വേറെ അറിയില്ല കേട്ടാ, അവൻ്റെ ഉണ്മയാണെന്ന അൻപനാണ്. അതായത് ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ ഭയങ്കര ട്രൂ ലവറാണ്. നമ്മുടെ വീട്ടിൽ വരുന്ന സെയിൽസ് ഗേൾ തൊട്ട് നമ്മുടെ ഈ TV-യിൽ ഓഡിയൻസ് ആയിട്ട് വരുന്ന പെൺകുട്ടികളിൽ വരെ അവന് പെട്ടെന്ന് അങ്ങ് ട്രൂ ലവ് അടിച്ച് കളയും. ഈ വീഡിയോയുടെ അടിയിൽ അവൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരിക്കും, ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡിൽ വന്ന പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പ്ലീസ് DM മൈ ഇൻസ്റ്റാഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട്
ആരും DM ഒന്നും ചെയ്യരുത്. എന്താ പേര്? സുനില. നല്ല പേര്. അല്ല പെട്ടെന്ന് അവന്റെ സ്വഭാവം കയറി വന്നാണ്. അപ്പൊ നമുക്ക് അവനെ പറ്റി കേൾക്കാം. അവനെ പറ്റി പറയുകയാണെങ്കിൽ അവന്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് പോലെയാണ്. കാരണം എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ തന്നെയാണ്. മറ്റുള്ളവരാണെങ്കിൽ കാണത്തൂല, അതൊക്കെ അടിച്ച് കളഞ്ഞൊക്കെ ചെയ്യത്തുള്ളൂ. അതായത് ഇവ ഏത് നേരം എൻ്റെ വീട്ടിലുണ്ടാവും അർത്ഥം. ഇവനെ കൂടെ കൊണ്ടു കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓൺലൈൻ ഗെയിമിങ്ങിന്റെ ആഡ് ഇല്ലേ, അതിന്റെ അവസാനം വരുന്ന പരസ്യത്തിൽ പറഞ്ഞ വാണിംഗ് പോലെയാണ്. നിങ്ങൾ ഈ ഗെയിമൊക്കെ കളിച്ചോ, നിങ്ങൾക്ക് നല്ല ലാഭമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം കളിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ധനനഷ്ടവും മാനഹാനിയൊക്കെ ഉണ്ടായിരിക്കും. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അമ്മത് റിസ്ക് അവനെ കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ചെലവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവന് കൊണ്ടുകൊടുക്കുമ്പോൾ യൂട്യൂബിൽ അനാവശ്യമായിട്ട് കയറി വരുന്ന ആഡിനെ പോലെയാണ്. നമ്മൾ 240p വീഡിയോ കണ്ട് MB ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരു കാര്യമില്ലാണ്ട് അനാവശ്യമായിട്ട് 1080p ആഡൊക്കെ വലിഞ്ഞ് കയറി വരുന്നത് ഇവനെ പോലെ. അതാണെങ്കിൽ സ്കിപ്പ് അടിച്ച് കളയാനും പറ്റില്ല, എന്നുവെച്ചാൽ ഇവനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നർത്ഥം. ഹീസ് മൈ ബ്ലഡ് ബട്ട് ഓൾ ടൈം ഹീസ് ഊറ്റിങ് മൈ ബ്ലഡ്. അമ്മാതിരി അവസ്ഥയാണ് ഇവന്റെ എന്ന് പറയണത്. ഇവന്റെ സ്വഭാവം എന്ന് പറയണത് പുകവലി പോലെയാണ്. ഈ പുകവലിക്കണോന് മാത്രല്ല തൊട്ടടുത്ത് നിൽക്കണോന് അത് ദോഷകരാന്നാ പറയാറ്. അപ്പൊ ഇവന്റെ ഈ കുരുത്തം കെട്ട സ്വഭാവം വെച്ച് നാട്ടിലെല്ലാ കുളിമുറിലും പോയി ഒളിഞ്ഞു നോക്കും. പെൺപിള്ളേരെ പിന്നെ അവിടെ അടി വാങ്ങി കൂട്ടൊക്കെ ചെയ്യും. പക്ഷെ നാട്ടുകാർ പറഞ്ഞെന്താ, വാ ജോസിന്റെ ഒപ്പല്ല നടക്കണേ, വാ ജോസിന്റെ ഒപ്പല്ല പാട്ടൊക്കെ പിന്നെ പാടാമെങ്കിൽ കുറച്ചുകൂടി കുറ്റങ്ങൾ പറയണ്ടവന്. ഇവന്റെ നോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ നടയിലകത്ത് ഇരുന്നിട്ട് TV ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ഇരുന്ന് ഇങ്ങനെ കാണുമായിരിക്കും. അപ്പൊ അതിന്റെ ക്ലൈമാക്സിൽ നായകൻ വന്നിട്ട് ഇവനാണ് വില്ലെന്ന് പറയാൻ വേണ്ടി ചുണ്ടനക്കണം. അതേ സമയത്ത് അമ്മ അടുക്കളയിൽ മിക്സി ഓണാക്കും. അതിന്റെ ഒരു സൗണ്ടില്ലേ ഏന്ന് പറഞ്ഞിട്ട് അമ്മാതിരി നോയ്സ് ആണ് ഇവന്റെ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ സംസാരിക്കുന്ന ഇടയിൽ ഇപ്പം വന്ന ഇടയിൽ തൊള്ള പൊളിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സാറേ പിന്നെ ചുറ്റുള്ളൊന്നും കേൾക്കാൻ പറ്റില്ല. അമ്മാതിരി നോയ്സ് ആണ് ഇവന്റെ എന്ന് പറയുന്നത്. പിന്നെ ഇവന്റെ ഓർമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ അത് പറയേണ്ട കാര്യം അതവനില്ല. ഇവന്റെ ഓർമ്മ ശക്തി അരനേട്ടനാണ് ഏറ്റവും കൂടുതൽ ഓർമ്മയില്ലായ്മ എന്ന് പറയുന്നത്. പക്ഷെ അരനേട്ടന് ഇവനും കൂടി ഒരു മത്സരം വെച്ച് കഴിഞ്ഞാൽ അരനേട്ടൻ അട്ടപ്പട്ടെല്ലാം പൊട്ടിപ്പോ. അമ്മാതിരി ഓർമ്മയില്ലായ്മയാണ് ഇവന്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവന്റെ 50 രൂപയുടെ ഓട്ടോ വീണ ഒരു കാലിപ്പേഴ്സ് ഉണ്ട്. അത് എവിടെയോ കളഞ്ഞു പോയി. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച്. അതിനവൻ പള്ളിയിൽ പോയി മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു 50 പൈസ നേർച്ചിട്ട് അവിടെ കോടീശ്വരൻ ഉണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവൻ ആ നഗ്നശക്തി മനസ്സിലാക്കിയത് അവന്റെ കാലുകൾ നഗ്നമായിരുന്നു എന്ന്. അതായത് അവൻ 500 അവന്റെ ചെരുപ്പടം മറന്നു വെച്ചിട്ടാണ് അവൻ ഇങ്ങോട്ട് പോകുന്നത്. അതെടുക്കാൻ വേണ്ടി അവൻ തിരിച്ച് ബൈക്കുമ്മ കീ മറന്നു വെച്ചിട്ട് അവൻ ചെരുപ്പ് എടുക്കാൻ പോയപ്പോ ആ ചെരുപ്പാരോ അടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. മലയാളി പൊളിയല്ലേ. അതിന്റെ വിഷമത്തിൽ അവൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു സത്യത്വം മനസ്സിലാക്കിയത് അവന്റെ ബൈക്ക് അവ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന്. അങ്ങനെ തിരിച്ചു വന്നപ്പോ ആ ബൈക്ക് ആരടിച്ചോണ്ട് പോയി. അങ്ങനെ വീണ്ടും മലയാളി പൊളിയാണെന്ന് തെളിയിച്ചു. അങ്ങനെ 50 പൈസക്ക് വേണ്ടിയിട്ട് അവൻ നഷ്ടപ്പെടുത്തിയത് 10,000 അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും ഒരു വലിയ മറിയുള്ള ചെക്കനാടാ, ചെറുത്. കല്യാണം കഴിഞ്ഞ ആദ്യരാത്രി റൂമിൽ ചെന്നപ്പോ അയ്യച്ചോ മോടി പറഞ്ഞ ഏതൊരു പെണ്ണെന്റെ വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞ നിലവിളിച്ചവനാണ് സ്വന്തം ഭാര്യനെ കണ്ടിട്ട്. നാട്ടുകാരെ ഓടി വരണേ ദിക്ലിജ്ഞന് ഭ്രാന്തായേ, നാട്ടുകാരെ ഓടി വരണേ ദിക്ലിജ്ഞന് ഭ്രാന്തായേ. എന്തൊക്കെ പറഞ്ഞാലും ചെക്കെന്ന് പറഞ്ഞ ഫ്ലവർ അല്ല ഫയറാണ്. പക്ഷെ ആ ഫയർ അവൻ ബാത്റൂം പോകുമ്പോൾ അവൻ്റെ അരയിലായിരിക്കുന്നു മാത്രമല്ലോ. വൈൽ ദാറ്റ് ടൈം ഹിസ് മൈൻഡ് വോയിസ് താഴത്തില്ലടാ. ആരാരെ തൊട്ടപ്പോഴും താന്നെ ഇരിക്കട്ടോ. ഇപ്പം ഭയങ്കര സിനിമാ പ്രേമിയാണ്. അതായത് മിന്നൽ മുരളി സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്റർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയോനാ. അപ്പുറത്തുള്ള പുഷ്പജിനെ നോക്കിയിരുന്നിട്ട് വാച്ചിങ് പുഷ്പ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടോനാ. എന്നിട്ട് പുഷ്പ സിനിമ കണ്ടുട്ടാ. പുഷ്പ സിനിമ കണ്ടിട്ട് ഇവന് ഭയങ്കര ഇഷ്ടമായി. അല്ലു അർജുനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവങ്ങനെ തോള് ചേരിച്ചൊക്കെ നടക്കാൻ തുടങ്ങി. ഈ പുഷ്പനുണ്ട് അപ്പുറത്തുള്ള പുഷ്പജി സർലേച്ചോട് പറഞ്ഞു, നീ ആ ചെക്കൻ്റെ അവസ്ഥ കണ്ട, ഏതോ പാതിരാത്രി പെണ്ണിന്റെ വീടിന്റെ മതിൽ ചാടാൻ പോയിട്ട് തോളും കുത്തി വീണ ചെക്കൻ്റെ തോളൽ ഒടിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണേന്ന്. നീ ലക്ഷങ്ങൾ വേണ്ടി വരുന്ന പറഞ്ഞ ചെക്കനെ ഓപ്പറേഷൻ എടുത്ത് റെഡിയാക്കാൻ. അങ്ങനെ ആ പുഷ്പൻ എല്ലാവരും കൂടി ഒരു പുഷ്പനാക്കി മാറ്റി. ഇവ അടുത്ത് നമ്മുടെ ഷൈനികന്റെ ഭൂതകാലം എന്ന പ്രേത സിനിമ കണ്ടു. രാത്രി ഒരു വൈബ് കിട്ടാൻ പേടിക്കാൻ വേണ്ടി രാത്രി ഒരു വൈബ് നൈറ്റ് ഒറ്റയ്ക്ക് ഇരുന്ന കണ്ടേ. എന്നിട്ട് ആ പടം കണ്ട് പേടിച്ച് പണ്ടാറടങ്ങിയിട്ട് നൈറ്റ് ഒറ്റയ്ക്ക് കിടന്നുറങ്ങി. നൈറ്റ് ഒറ്റയ്ക്ക് കിടന്ന് ഒരു സ്വപ്നം കണ്ടു, ഏതോ പ്രേതം വന്നിട്ട് ഇവനെ തോട്ടിലും വെള്ളത്തിലും മുക്കി കൊല്ലണത്. അപ്പൊ തന്നെ അവൻ ഞെട്ടി എൻറ്റിയപ്പോ അവന് ദേഹത്തൊക്കെ അവന് നനവ് പോലെ തോന്നി. അപ്പൊ അവൻ തോന്നി യഥാർത്ഥ്യമാണോ ഞാൻ സ്വപ്നം എന്നാണ് തിരിച്ചറിയാൻ പറ്റാതെ അവൻ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് തോട്ടിലെ വെള്ളമായിരുന്നില്ല, അവനിന്ന് പോയ ചോട്ടിലെ വെള്ളമായിരുന്നു എന്ന്. ഈ മുതുക്ക ഈ പ്രായത്തിലും ബെഡിലും ഉള്ളി വെച്ചേക്കാ സോൾട്ട് വാട്ടർഫോള്. ഈ അടുത്തവൻ ഹൃദയം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഹൃദയം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ അവൻ ഒടുക്കത്തെ നൊസ്റ്റ് അടിച്ചു. അങ്ങനെ നൊസ്റ്റ് തീർക്കാൻ വേണ്ടി അവൻ നേരെ കോളേജിൽ പോയിട്ട് ക്യാൻറ്റീൻ ചേട്ടന് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ക്യാൻറ്റീൻ ചെന്നപ്പോ ക്യാൻറ്റീൻ ചേട്ടന്റെ കണ്ണുകളിൽ ഒടുക്കത്തെ തിളക്കവനെ കണ്ടപ്പോ
ക്യാൻറ്റീൻ ചേട്ടൻ നല്ല BGM ഒക്കെ ഇട്ട് ഓടി വന്നിട്ട് ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് കെട്ടിപ്പിടുത്തം വിട്ടില്ല, നേരെ അവനെ പിടിച്ച് കൊണ്ടുപോയി ഒരു തൂണുമ കെട്ടിയിട്ടു. വേറെ നല്ല 3 കൊല്ലം തിന്നു നിർത്താൻ്റെ പെറ്റി കൊടുക്കാണ്ടാണ് ഈ കോളേജിൽ നിന്ന് മുങ്ങിപ്പോയത്. അങ്ങനെ നൊസ്റ്റ് അടിക്കാൻ പോയാൻ ക്യാൻറ്റീൻ ചേട്ടന്റെ അടി കിട്ടാനാണ് തിരിച്ചു വന്നത്. ഈ അടുത്ത് ബ്രോഡാഡി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി. അങ്ങനെ ഒരു ജോലിക്കും കൂലിക്കും വേണ്ടി വെറുതെ വീട്ടിലിരിക്കണവനാണ് ഇവൻ. അത് പണിയും കഴിഞ്ഞ് ക്ഷീണിച്ച് വരണ അപ്പൻ നമ്മുടെ വാതിക്കലെത്തിയത് പോകും തോളുമ തടഞ്ഞു നിർത്തിയിട്ട് പറയാ, എന്താ തങ്കച്ച മുഖത്തൊരു ക്ഷീണം, ഇന്ന് മിച്ചറൊന്നുമില്ലേന്ന്. അതേ സമയത്ത് ഇവന്റെ അപ്പൻ തങ്കച്ചൻ ചുരുളിയിലെ തങ്കഞ്ചേട്ടനായിട്ട് മാറിയായിരുന്നു. അവനെ അടിച്ചുകൂട്ടി മുക്കിലിട്ടു എന്നാണ് കേട്ടത്. ആ വിവരം അറിഞ്ഞത് ഞാൻ അവന്റെ വാട്സപ്പ് സ്റ്റാറ്റസിലാണ്. വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഓഫ് റോഡ് റൈഡ് മൂടുന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എവിടെയാടാന്ന്? അപ്പോൾ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ 4 പേര് അവനെ സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ട് പോവാ. അതാണ് അവന്റെ ഓഫ് റോഡ് റൈഡ് മൂടെന്ന് പറയണത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജോലി എടുത്തിട്ട് കുറെ അവന് വീട്ടിൽ നിന്ന് കുറെ ചീത്ത കേട്ടപ്പോൾ ജോലി എടുത്ത് നന്നാവും തീരുമാനിച്ചു. അങ്ങനെ കുറെ ഇന്റർവ്യൂവിന് പോയി. ആ ഇന്റർവ്യൂവിലൊക്കെ അവൻ സെലക്ട് ആയി. തിരിച്ച് വീട്ടിൽ പോകാനാണെന്ന് മാത്രം. ഇപ്പം BCom ആണ് പഠിച്ചത്. പക്ഷെ ഇപ്പോഴും ഡെബിറ്റ് ചെയ്ത ക്രെഡിറ്റ് ചെയ്തെന്ന് പോലും ഇവൻ അറിയത്തില്ല. നാളെ 1000-ന് 3 അല്ല 4 0 എന്ന് പറഞ്ഞിട്ട് കവലയിൽ കിടന്ന് അടി ഉണ്ടാക്കണ്ടായിരുന്നു ഇവൻ. അമ്മാതിരിയുടെ ആവാണ്. അങ്ങനെ വന്ന് വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഇവൻ റെസ്റ്റ് ചെയ്തിരിക്കാണ്. അത് റെസ്റ്റ് അല്ല, വീട്ടിൽ ഇവനൊരു ജോലിയുണ്ട്. രാവിലെ അമ്മയ്ക്ക് കാവലും രാത്രി വീടിന് കാവലും. ഉറങ്ങുമ്പോൾ പുലർച്ചെ 4-5 മണിയൊക്കെ ആവും. വീട്ടിൽ കാവലുണ്ടായിരുന്ന പട്ടീനെ അപ്പം വിറ്റു എന്നാണ് കേട്ടത്. അപ്പൊ ഇതൊക്കെയാണ് ഇവന്റെ അവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ്. രമേശ് ചേട്ടാ, ഇത്രയൊക്കെ അവനെ കുറ്റം പറഞ്ഞപ്പോണ്ടല്ലോ മനസ്സിനൊരു സന്തോഷമാണ്. നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഇടയിൽ ഇങ്ങനെ തിക്കും തിരക്കിൽ നിന്നിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മളിങ്ങനെ ഒരു നല്ല തണുത്ത നാരങ്ങോളം കുടിക്കുമ്പോൾ കിട്ടുന്നൊരു കുളിരില്. ഞാൻ രമേശേട്ടന് പറഞ്ഞ കാര്യമില്ല, രമേശേട്ടൻ ധർമ്മചേട്ടനെ പറഞ്ഞെടുക്കുമ്പോൾ അതേ സുഖം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഇവിടെ കിട്ടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും രമേശേട്ടനും ധർമ്മചേട്ടനും പോലെ ആളും അവനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. വേറെ ഒന്നല്ല, സൂര്യ ഉദിക്കുമ്പോൾ നേരം വെളുക്കാത്തോടത്തോളം കാലം, കാക്കകൾ മലർന്ന് പറക്കാത്തോടത്തോളം കാലം, മഴ പെയ്യുമ്പോൾ വെള്ളം വീഴാത്തോടത്തോളം കാലം അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും. പക്ഷേ അപ്പം നിങ്ങൾ വിചാരിക്കും, ഇത്രയും നല്ല ചങ്കിനാണോടാ നീ കുറ്റം പറഞ്ഞ, അവന് സങ്കടാവില്ലേ വിഷമാവില്ലെന്ന്. അവന് സങ്കടമാവും വിഷമാവും. അതിൻ്റെ പരിഭവം പറയാൻ വീട്ടിലേക്ക് വരും. അവൻ്റെ മറവി അനുസരിച്ച് പരിഭവം പറയാൻ വീട്ടിലേക്ക് വന്ന് അമ്മ ഉണ്ടാക്കിയ പെരിപ്പറി കഴിച്ചവൻ തിരിച്ചു പോകും. അമ്മാതിരി മറവിയാണിത്. പക്ഷെ നിങ്ങൾ ഡോണ്ട് ഫോർഗെറ്റ് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. ഹിസ് നെയിം ഇസ് ദിക്ലിജൻ, കോൾ ഹിം അപ്പു, മൈ നെയിം ഇസ് ജോസ്. നിങ്ങളെല്ലാവരും സ്മൈൽ ഡൂയിക്കാൻ വന്ന ഒരേ ഒരു ബോസ്. സൈനിങ് ഓഫ്. ചേട്ടന്മാരോട് ചോദിക്കാം. നമസ്കാരം. എവിടെ സ്ഥലം എവിടെയാ? തൃശ്ശൂർ മച്ചാട് എന്ന് പറയും. മച്ചാട്. അടിപൊളി. ഞാൻ ആ ഒരു ഭാഷ തന്നെ ഒരു സൗന്ദര്യം ഉണ്ട് അതിന്. തമാശ പറയാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് അല്ലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഭാഷ തന്നെ സോനോട്. പിന്നെ ഇവനൊരു ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ട്, മലയാളം മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഭാഷയാണ് അത്. അത് ശരി. ഇടയ്ക്ക് നിങ്ങളെ ചിരി ഡൂ ചെയ്യിക്കാൻ വന്നൊക്കെ പറയുന്ന പരിപാടികളുണ്ട്. കുറച്ചു കൊള്ളായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വളരെ രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. തന്റെ ഒരു പ്രസന്റേഷൻ വളരെ രസമുണ്ട് കേട്ടോ. കലക്കി. ഓൾ ദി ബെസ്റ്റ്. നല്ല രസമുള്ള നിങ്ങളീ പറഞ്ഞതുപോലെ ചില പ്രത്യേക പ്രയോഗങ്ങൾ. ഒരേ കാര്യം നമ്മൾ പ്രയോഗം എന്നൊരു വാക്കുണ്ടല്ലോ, അത് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു വാക്കാണ് പ്രയോഗിക്കുക എന്ന് പറയുന്നത്. ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് എന്താണോ ഉപയോഗം ആ കാര്യം ചെയ്യുക. പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആ സാധനം ഉപയോഗിച്ച് എന്തോ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഏരിയയിലോട്ട് പോകുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ അത്തരത്തിലുള്ള എല്ലാ പ്രയോഗങ്ങളും വളരെ നല്ലതായിരുന്നു. കൃത്യമായിട്ടും രസമായിട്ടും കുറേ തമാശകള്, പിന്നെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ നല്ല സിനിമ കാണീരുകാരനാ അല്ലേ? സിനിമയാണ് ലൈഫ്. Life is cinema, cinema is life. Yes, why don't you? അമ്മ ഞാനും എന്തോ പറഞ്ഞടാ. നല്ല എല്ലാ പുഷ്പ പിന്നെ നീ പറഞ്ഞതിനെല്ലാം ബന്ധമുണ്ടല്ലോ. നമ്മുടെ പുഷ്പ തിയേറ്ററിലാണോ കണ്ടേ? അത് തിയേറ്ററിലുണ്ട്. അത് കഴിഞ്ഞിട്ട് OTT വന്നപ്പോ പിന്നെയും കണ്ടോ? ഇല്ല, അത് കണ്ടില്ല. അതെന്ത് സിനിമ പ്രേമി ചെയ്തു? രണ്ടാമതൊക്കെ കാണണ്ട സിനിമ? തിയേറ്ററിൽ രണ്ടോട്ടം കണ്ടു. ആണോ? ഞാന് വീട്ടില് നന്ദമൂരി ബാലകൃഷ്ണ എന്ന് പറഞ്ഞ നടനുണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണും. ഇതിനും കൂടെ ഒക്കെയാണ് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇത് കാണും. നന്ദമൂരി ബാലകൃഷ്ണ എന്നാണ് നടന്റെ പേര്. ഒരിക്കൽ വീട്ടിലിരിക്കുമ്പം ഭർത്താക്കന്മാർ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് എന്റെ ഭാര്യ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക. അപ്പം പുള്ളിക്കാരത്തി അറിയില്ല, ഏട്ടൻ അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ അവിടെ വീട്ടിലിരുന്നിട്ട് ബാലകൃഷ്ണൻ നമ്പൂരിയുടെ സിനിമകൾ കാണുന്നതാണ്. കാരണം നമ്മൾ റിമോട്ട് എടുത്തിട്ട് ഇപ്പൊ പറഞ്ഞാൽ മതിയല്ലോ, ഞെക്കിയിട്ട് യൂട്യൂബ് എടുത്തിട്ട് നന്ദപൂരി ബാലകൃഷ്ണ വീഡിയോസ് ഞാൻ പറയുന്നത് ഇവള് കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞാണ് ബാലകൃഷ്ണ നമ്പൂരിയുടെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെന്ന്. നിങ്ങളുടെ പ്രകടനം ഗംഭീരമായി കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ജോസ്, അപ്പം നല്ല കമന്റ്സ് ആയിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് പറയുന്നത്. ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ചു. സൂപ്പർ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. കം അഗെയിൻ. മനുഷ്യനായ കുറച്ചൊക്കെ മര്യാദ വേണം കേട്ടോ. എന്താ
എന്താ ആ വണ്ടി മാറ്റിട്ട് വേണം ഞങ്ങളെ വണ്ടി എടുത്ത് പോവാന്ന് പറഞ്ഞില്ലേ? എന്റെ മോനെ ഡ്രൈവർ ഇപ്പൊ വരും, ചായ കുടിക്കാൻ പോയിട്ട് വന്നിടണതൊക്കെ മാറ്റും. നിങ്ങൾ ഡ്രൈവർ എവിടേക്കാ ചായ കുടിക്കാൻ പോയത്? ആലപ്പുഴയില്. ആലപ്പുഴയ്ക്കോ? ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ആലപ്പുഴ വരെ പോയാല്? അവൻ ഊണ് കഴിക്കാൻ കണ്ണൂരാ പോകുന്നത്. ആ, ഇന്ന് എന്റെ ഫുൾ ഡേ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയേക്കാണ്. ഇനി രാത്രി വന്നിട്ടില്ല, എന്നെ എടുത്ത് മാറ്റാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവിടുന്ന്. എന്റെ പൊന്നേട്ടോ, ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരൊക്കെയാണ് വിളിച്ചു വരുന്നത്. എടാ, ഇവിടെ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് വന്നാണ്. പുള്ളി പറഞ്ഞില്ലേ ഷൂട്ടിംഗ് രാത്രി വരെ ഉണ്ടെന്ന് പറഞ്ഞു. ഡ്രൈവർ വരാണ്ട് നമുക്ക് വണ്ടി മാറ്റാൻ പറ്റും? നമ്മൾ അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണോ? നിങ്ങളുടെ വണ്ടി ഇറക്കേണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ ചെയ്യുന്നതല്ലോ. നിങ്ങളെ വീടിന് മുന്നിൽ ഞങ്ങൾ ഇതേമാതിരി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയാ നിങ്ങൾ എന്ത് ചെയ്യാ? അല്ല, ശരിയാണ്. ഇതിപ്പോ പറ്റിപ്പോയില്ല. നമ്മുടെ ഷൂട്ടിംഗ് ഇവിടെ ഇത്രയും പേര് വരുന്നതിന്റെ അല്ല, ഓപ്പോസിറ്റ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വണ്ടി നിന്നോട് വാങ്ങണം. സംസാരിക്കണ്ട. ഏയ്. നിന്റെ അച്ഛനെ വിളിച്ചോണ്ട് വാ. അച്ഛനെ വിളിച്ചാൽ ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കണ്ടെന്നേ. അച്ഛനെ വിളിച്ച വണ്ടി മാറ്റി തരുമല്ലോ അത് ഞങ്ങൾ നോക്കാം. അച്ഛൻ വന്നോളൂ. അച്ഛാ അച്ഛാ എന്ത് ഡീസന്റാടാ. നല്ല മനുഷ്യരെ കണ്ടുപിടിക്കുക. നമസ്കാരം. അതെ. വെള്ളക്കാരന്റെ കാര്യം എന്തായി? വെള്ളക്കാരൊക്കെ 1947 തന്നെ ഗാന്ധി നെഹ്റുവും കൂടെ പറഞ്ഞു വിട്ടല്ലോ. എന്താ തമാശ ആസ്വദിച്ചതാ. ഓ, വീട്ടിലും ഇങ്ങനെ തന്നെ ആണോ? ഏയ് അല്ലല്ല, ഭയങ്കര തെറിവിളിയും കൂമ്പിലിട്ട് ഇരിക്കുകയായിരുന്നേ. ഈ മനുഷ്യനോ? അച്ഛനല്ല, അമ്മ. ആ, ചേട്ടാ, ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്നത് മലയാള ടെലിവിഷനിൽ തന്നെ നമ്പർ 1 പ്രോഗ്രാമാണ്. ഇവിടെ വരുന്നവരെല്ലാം തന്നെ ടോപ്പ് ആർട്ടിസ്റ്റുകളാണ്. നമ്മുടെ പരിപാടിയുടെ ഒരു വലിപ്പവും ആ ഒരു റീച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വേണം ഇവിടെ വന്ന് ഈ ഒരു കാര്യം പ്രസന്റ് ചെയ്യണത്. അത് പ്രത്യേകിച്ചും മകനോട് പറഞ്ഞു കൊടുക്കണം. ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും അത്രയധികം റീച്ചുള്ള അല്ലെങ്കിൽ അത്രയധികം നമുക്ക് പ്രേക്ഷകരുണ്ട് വാച്ച് ചെയ്യാന്. മനസ്സിലാവുന്നുണ്ടോ സഹോദരി? ഈ തള്ളൊക്കെ ആ വണ്ടിയുടെ പുറകിൽ വന്ന് തള്ളിയെങ്കിൽ എപ്പാ വണ്ടി മുന്നോട്ട് പോയാണ്? അച്ഛൻ ഇങ്ങനെ മര്യാദക്കൊന്നും പറയല്ലേ, ഒരു ചൂടായിട്ട് പറയേ, അല്ലെങ്കിൽ ഞാൻ ഇടപെടുട്ടോ. ഒരു അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ മോനെ സംസാരിക്കുന്നത്? അമ്മയുടെ സ്വഭാവ കുട്ടിക്ക്. രണ്ടിന്റെ ഇടയ്ക്കിടക്ക് നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. അപ്പോ ആ വാഹനം ഒന്ന് മാറ്റി തന്നാൽ ഇനി നമ്മെ ഇങ്ങോട്ട് വളർത്തരുത്. ഇല്ല. ക്ഷമയ്ക്കും ഒരു പരിധികളൊക്കെ ഉണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് നമ്മളെ കൊണ്ടുപോകാതെ കോപമുള്ള ലോകത്തിലേക്ക് നമ്മള് എത്രയും പെട്ടെന്ന് ഡ്രൈവറെ ഒന്ന് വിളിച്ചു വരുത്തി നിങ്ങളുടെ വാഹനം ഇറക്കാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി തരും. വാഹനം ഇറക്കാൻ പുറത്തേക്ക് പോകണം. വരും മകനെ, അവര് മാറ്റി തരും. വന്നോളൂ മോനെ, അവര് മാറ്റി തരാന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് ഈ കോപമൊക്കെ? Anyway, we are moving on to our next performance. അടുത്തതായി വരുന്നത് ബിനു. Let's welcome him. Welcome ബിനു. ബിനു പാലക്കാട് നിന്നാണ് വരുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സ്റ്റാൻഡപ്പ് കോമഡി മുൻപ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞതാരാണ്? അതോ തന്നെ തോന്നിയതാണോ? തന്നെ തോന്നിയതാണ്. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് പണിയും തൊഴിലെന്ന് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചപ്പോ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് വന്നതാ. പാലക്കാടാണോ സ്ഥലം? പാലക്കാടാണ്. അപ്പൊ ഗംഭീരമാവട്ടെ. അപ്പം തകർക്കപ്പോ കേട്ടോ. ഓക്കെ ഓക്കെ ബിനു, ഓൾ ദി ബെസ്റ്റ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിനു ബി പടലിക്കാട്. എന്നെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ് സ്പോർട്സും വിദ്യാഭ്യാസവും. ബാറ്റ് എടുത്ത വിക്കറ്റും ബോൾ എടുത്ത സിക്സുമാണ് എനിക്ക് ക്രിക്കറ്റിലുള്ള പ്രാവീണ്യം. ഉയർന്നു വരുന്ന ബോള് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും എൻ്റെ കണ്ണിൽ പെടാറില്ല. അഥവാ എങ്ങാനും കണ്ടാൽ തന്നെയും വല വീശി പിടിച്ചാൽ പോലും കിട്ടില്ല. ഫുട്ബോളിൽ എൻ്റെ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സ് 1ാം ക്ലാസ്സിലെ നീരജ്, 2ാം ക്ലാസ്സിലെ സൂരജ്, 3ാം ക്ലാസ്സിലെ സുജിത്, അങ്ങനെ 1 തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ 5ലോ 6ലോ പഠിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നതെന്ന്. എങ്കിൽ തെറ്റി. കറണ്ട് സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്മാരോടൊപ്പം കളിച്ചിട്ട് പോലും എനിക്ക് സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് പോലും ഒരു ഗോൾ പോലും അടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പഠനാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഏത് ബുക്ക് സ്റ്റാളിൽ പോയി ചോദിച്ചാലും കിട്ടില്ല. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയുടെ കാർബൺ കോപ്പി പോലെയായിരുന്നു എൻ്റെ പഠനകാല ജീവിതം. ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് തന്നെ ഒറ്റ ചോദ്യം കൊണ്ട് ടീച്ചർ ലാസ്റ്റ് ബെഞ്ചിൽ കൊണ്ടിരുത്തി. സാധാരണ ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുവന്നിരുത്തി മുന്നിലേക്ക് കൊണ്ടുവരലായിരുന്നു ടീച്ചർ ചെയ്തിരുന്നത്. എന്നാൽ എന്നെ എങ്ങാനും ഫ്രണ്ട് ബെഞ്ചിലിരുത്തി പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു മോർഫിംഗ് പോലെ എൻ്റെ ബ്രെയിൻ ടീച്ചർക്കും ടീച്ചറിന്റെ ബ്രെയിൻ എനിക്കും ആയിപ്പോകുമോ എന്നുള്ള ഭയത്തിൽ ടീച്ചർ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. ഞാനും കണക്ക് സാറും തമ്മിൽ അത്ര രസത്തിലൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, സാർ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ ആ മിഥുനത്തിൽ ഇന്നസെന്റ് ആയിട്ട് നിൽക്കണ പോലെ ഒറ്റ നിൽപ്പാണ്. സാറ് ബോർഡിലൊരു വൃത്തം വരച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കും. അറിയാം സാർ. എൻ്റെ വായിന്ന് ഒരു ആൻസറെങ്കിലും കേൾക്കാൻ കൊതിച്ച് സാറ് നിന്നു. സാർ എനിക്ക് പരീക്ഷ പേപ്പറിലേക്ക് ഇടാൻ വെച്ചിരിക്കുന്ന മാർക്കല്ലേ. കണക്ക് സാർ ഇപ്പോൾ യോഗ ക്ലാസ്സും മെഡിറ്റേഷനൊക്കെ ആയിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്ക് കയ്യിൽ നിന്ന് പോയെങ്കിലും ഹിസ്റ്ററിയിൽ ഞാൻ ഭയങ്കര പുലിയായിരുന്നു. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. എക്സാമിനൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് വരില്ലേ, ഇന്ത്യയുടെ ഭൂപടം വരച്ച് സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളത് അതെനിക്കിഷ്ടമല്ല. ഒരു മാർജിൻ ഇട്ടാൽ പോലും വളഞ്ഞു പോകണം എന്നോട് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കാൻ പറഞ്ഞ നടപടിയാണോ പരിപാടിയാണോ? അതിന് ഞാനൊരു എളുപ്പവഴി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഭൂപടത്തിന് മേലെ പേപ്പർ വെച്ച് ട്രേസ് എടുത്ത് വരച്ചിട്ടുണ്ടായിരുന്നു.
എന്നിട്ടും തെറ്റി. ഞാൻ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് ആയില്ല. എനിക്ക് അറിയണ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഞാൻ അവിടെ അടയാളപ്പെടുത്തി. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. ക്യാൻ്റെ കൂടെ ദീർഘം കയറി കോയായിപ്പോയി. രാഗൊരു മുനപ്പ് കയറി ഷായും ആയിപ്പോയി. പ്ലായ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഹെയർ പിൻ വളവ് തിരിക്കുന്ന അവസ്ഥയാണ്. മൊത്തത്തിൽ കേരളം എന്ന് എഴുതി വന്നപ്പോൾ പോഷനായിപ്പോയി. പക്ഷെ ടീച്ചർ അതിനെനിക്ക് 6 മാർക്ക് തന്നു. എൻ്റെ സ്നേഹസമ്പന്നയായ ടീച്ചർ. ഞാൻ നമിച്ചു. എൻ്റെ കണ്ണ് തന്നെ നിറഞ്ഞുപോയി. എന്നെ എവിടെ കണ്ടാലും ടീച്ചർ അവിടെ നിർത്തി തെറി പറയെങ്കിലും എന്നോടുള്ള ഇഷ്ടം ടീച്ചർ പ്രകടിപ്പിക്കാഞ്ഞിട്ടാണെന്ന് ഞാൻ കരുതി. പക്ഷെ അവിടെയാണ് വൺ ട്വിസ്റ്റ് ഉണ്ടായത്. ആക്ച്വലി അന്ന് ഹിസ്റ്ററി എക്സാം ആയിരുന്നില്ല, ബയോളജി എക്സാം ആയിരുന്നു. നോം വരച്ച ഇന്ത്യയുടെ ഭൂപടം കണ്ട് ടീച്ചർ കരുതി അമീബ വരച്ച് കോശങ്ങളെ അടയാളപ്പെടുത്തിയതാണ്. ഈ സബ്ജക്റ്റ് പോലെയൊന്നും ആയിരുന്നില്ല എനിക്ക് മലയാളം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. സാർ ക്ലാസ്സിൽ വന്ന് വയലപ്പള്ളിയുടെ മാമ്പഴം എന്ന് പറഞ്ഞതും ഞാൻ ചാടി എഴുന്നേറ്റ് എനിക്കും കുറച്ച് വേണം സാർ എന്ന് പറഞ്ഞു. സാറിൻ്റെ എക്സ്പ്രഷൻ ഒരാഴ്ച മുമ്പേ കഴിച്ച പൊറോട്ട ഇപ്പോഴും ദഹിക്കാതെ കിടക്കുമ്പോൾ വിമ്മിഷ്ടമായിരുന്നു. മുഖത്തങ്ങോട്ട് മിന്നും പറഞ്ഞങ്ങോട്ട് പോയത്. ഇതുപോലെയൊക്കെയാണെങ്കിലും സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ലയിച്ചിരിക്കുമായിരുന്നു. വഹിന്യ സംതപ്ത ലോഹസ്താംബ് ബിന്ദുന മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് വെച്ചാൽ ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി ജലകണിക വീഴുമ്പോൾ എന്നൊരു ശബ്ദത്തോടു കൂടി അത് ഇല്ലാതാകും. അതുപോലാണ് ഈ മനുഷ്യജന്മം എന്നാണ് കവി ഉദ്ദേശിച്ചത്. ആ എന്നൊരു ശബ്ദം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അതുവരയ്ക്കും ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ലയിച്ചിരുന്ന് ഉറങ്ങുകയായിരുന്നു. ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഞാനും സാറും മുഖാമുഖം. സാർ എന്നോട് മനുഷ്യജന്മത്തെ കവി എന്തിനോടാണ് ഉപമിച്ചതെന്ന്. ഞാൻ കണ്ണൂർന്ന് ഫോക്കസിങ് ആവാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ചുറ്റും നോക്കിയിട്ട് ഞാൻ കേട്ട ആൻസർ അങ്ങോട്ട് പറഞ്ഞു. സാർ എൻ്റെ മുമ്പിൽ പകച്ചു നിന്നുപോയി. ഞാൻ പറഞ്ഞ ആൻസർ സാറിന് പിടികിട്ടിയില്ലയോ എന്ന് കരുതി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു. ഈ സംഭവത്തിന് ശേഷം സാറിന് മലയാളം എന്ന് കേൾക്കുമ്പോൾ തന്നെ പിരിമുറുക്കം വന്നു തുടങ്ങി. സാറ് കുറച്ചു കാലം തിളക്കത്തിൽ ദിലീപേട്ടനെ പോലെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ അവിടെങ്ങും കാണാനില്ലായിരുന്നു. അധ്യാപകർ കാരണം ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞേക്കാം, സ്വാഭാവികം. എന്നാൽ ഞാൻ കാരണം എൻ്റെ മലയാളം സാറിൻ്റെ ലൈഫ് തന്നെ രക്ഷപ്പെട്ടു. സാറിപ്പോൾ UK കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറാണ്. സാറിൻ്റെ പെർഫോമൻസ് കണ്ട് അവിടുത്തെ സായിപ്പ് സ്വന്തം വീടും പറമ്പും വരെ സാറിൻ്റെ പേരിൽ അങ്ങോട്ട് എഴുതി കൊടുത്തു. ഡോളേഴ്സ് സാലറി, സ്വന്തമായിട്ട് കാറ്, വൻ സെറ്റപ്പ്. ഇന്നലെ കാലത്ത് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നേ. ഏതോ ഒരു മൃതകുതാഞ്ച മാഷിൻ്റെ ഭാര്യയായിരുന്നു. എൻ്റെ മലയാളം സാറിൻ്റെ ആത്മകഥ വായിച്ചിട്ടുള്ള വിളിയാണ്. ആ സ്ത്രീക്ക് ഫാമിലിയോടെ US സെറ്റിൽഡ് ആകണമെന്നായിരുന്നു ആഗ്രഹം. ഇവരെത്ര നിർബന്ധിച്ചിട്ടും നമ്മുടെ ഈ മൃതകുതാഞ്ച മാഷ് അനുസരിക്കുന്നില്ല. അതിന് എന്നോട് നമ്മുടെ ഈ മൃതകുതാഞ്ച മാഷ് പഠിപ്പിക്കുന്ന സ്കൂളിൽ ചെന്ന് 5C അഡ്മിഷൻ എടുത്ത് പഠിക്കാമോ എന്ന്. അവരതിനെനിക്ക് പഠന ചെലവ് കൂടാതെ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളൊക്കെ ചിരിക്കുന്നു പറഞ്ഞിട്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത്. ഇനി ആരെങ്കിലും ചിരിക്കാതിരിക്കുകയാണെങ്കിൽ ഭീഷണിപ്പെടുത്തുകയല്ല, അടുത്ത ജന്മം നിങ്ങളെല്ലാവരും എൻ്റെ മാഷന്മാരായി ജനിക്കും. നന്നായിരുന്നു. നമുക്ക് അവരോട് ചോദിക്കാം. നിങ്ങളിത് ചെയ്ത് ശീലമുള്ളൊരു കാര്യമല്ലല്ലോ. നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുകയാണ്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുകയാണെന്നുള്ളൊരു പരിഗണന നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തായാലും വേണം. പിന്നെ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എന്റർടൈൻ ചെയ്യാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇങ്ങനെ ശ്രമിച്ചാണ് നമ്മൾ ഇതിൽ പരിശീലിക്കുന്നതും. അതും ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു സൗഹൃദ സദസ്സിൽ പറയുന്ന പോലെ ഒന്നും അല്ല. ഒരു TV ഷോയിൽ വന്ന് ചെയ്ത് പോകുമ്പോൾ ഷാൻചേട്ടൻ ഇവിടെ വരുന്ന പല ആൾക്കാരും ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ചെയ്യുന്നത് എന്നൊക്കെ പറയും. എന്നിട്ട് ചിലർ പറയും ഞങ്ങൾക്ക് ഇതൊക്കെ കൂടെ വന്ന് കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇത് പറയുന്നത്. ഞാൻ എപ്പോഴും ഞാനൊക്കെ ആദ്യമായിട്ട് ചെയ്തിരുന്ന സമയത്തെ കുറിച്ച് ആലോചിക്കും. നമുക്ക് ഇതിന്റെ യാതൊരു സാങ്കേതിക വിദ്യകളും ഒന്നും അറിയാത്തൊരു സമയത്താണല്ലോ നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് ആദ്യമായിട്ട് ചെയ്യുന്നവൻ എത്രയോ മുന്നിൽ നിന്നിട്ടാണ് അവരുടെ ഫസ്റ്റ് തന്നെ. ഒരു സംശയം, നമ്മുടെ തുടക്കകാലം ഇതിനേക്കാൾ ഒരുപാട് പുറകിലായിരുന്നു. നിങ്ങളുടെ തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള തുടക്കത്തിലാണ് ഒരുപാട് പ്രകടനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നത്. അത് വളരെ ഗംഭീരമായി. പിന്നെ ഓരോ സാറന്മാരുടെ സംശയം ചോദിക്കലും, ഈ ഫ്രണ്ടിൽ നിന്ന് പിടിച്ച് പുറകിലോട്ടിരുന്നത്, പുറകിൽ നിന്ന് പിടിച്ച് മുന്നിലേക്ക് ഇരുത്തല്, ഇതെല്ലാം സാറുമാരുടെ ഒരു പ്രധാന ഐറ്റമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ക്ലാസ്സിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വർത്താനം പറയുമായിരുന്നു ഞങ്ങള്. ഇതെന്താ പറഞ്ഞിട്ടും തീരാതെ ക്ലാസ് നടക്കുമ്പോൾ വർത്താനം പറഞ്ഞു. പിള്ളേർ വർത്താനം പറയില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ചിലപ്പോൾ പെട്ടെന്ന് ചില സൈലൻസ് വരും, ചിലപ്പോൾ ചില വർത്താനം വരും. അങ്ങനെയൊക്കെയാണ്. എന്റെ നേരെ ബാക്കിലായിട്ട് 2 പേര് കുനിഞ്ഞു കിടന്ന് വർത്താനം പറയുന്നുണ്ട്. ഒരുത്തൻ അവന്റെ കൂട്ടുകാരനോട് ചറവറ തോന്നി ഭയങ്കര കുനിഞ്ഞു കിടന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ എന്റെ തൊട്ടടുത്തായിട്ട് അതിന്റെ ഫ്രണ്ടിലത്തെ വെച്ചിട്ട് ഞാനും ഇരിക്കുന്നുണ്ട്, എന്റെ ഒരു കൂട്ടുകാരൻ സുജിത്തും ഇരിക്കുന്നുണ്ട്. അപ്പൊ സുജിത്തും ഞാനും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. നേരെ ബാക്കിൽ 2 പേര് കുനിഞ്ഞിരുന്ന് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അകാരണമായിട്ടൊരു നിശബ്ദത വന്നു ക്ലാസ്സിൽ. എന്തോ ഒരു പെട്ടെന്നൊരു സൈലൻസ് വന്നു. ഈ സൈലൻസ് സമയം വന്ന സമയത്ത് തന്നെ എന്റെ തൊട്ടടുത്തിരുന്ന സുജിത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഇനം പുറത്തേക്ക് പോയി. എന്താ? ശ്രീഹള്ളിയിലേക്കുള്ള വഴി.
നഴ്സറികളിലേക്കുള്ള ഒരു വഴി പുള്ളിയുടെ നിന്ന് പുറത്തേക്ക് പോയി. ഇത്തിരി ശബ്ദം ഉണ്ടായിരുന്നു. ക്ലാസ് പെട്ടെന്ന് എല്ലാരും കേട്ടു. പടേന്നും പറഞ്ഞ് തിരിഞ്ഞു. എല്ലാരും കൂടി ഇങ്ങോട്ട് ഇത് എവിടുന്നാ കേട്ടേന്നും പറഞ്ഞ് നോക്കുമ്പം കുനിഞ്ഞു കിടന്ന് വർത്താനം പറഞ്ഞവൻ പെട്ടെന്ന് ബോധം വന്ന് ഇങ്ങനെ ഞെട്ടിണ്ടി നോക്കുമ്പോ എല്ലാരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇവൻ പതുക്കി ഇരുന്നെടുത്ത് അങ്ങ് എണീറ്റ് നിന്നു. അതോടുകൂടി ഇതാ വർത്താനം പറഞ്ഞവന്റെ തലയിലായി. മറ്റവൻ നൈസായിട്ട് രക്ഷപ്പെട്ടു. ടീച്ചർ അവനോട് ചിരിച്ചോണ്ട് അവൻ അതുപോലെ മിണ്ടാതിരിക്കുകയും ചെയ്തു. അവൻ ഇന്നും അറിയത്തില്ല അവൻ ആരുടെയോ കുഞ്ഞിന്റെ അച്ഛന്റെ പിതൃത്വം ഏറ്റെടുത്തിട്ടാണ് അന്ന് എണീറ്റത് ഇരുന്നതെന്ന്. ബിനു നന്നായിരുന്നു. ബിനു പറഞ്ഞു ബിനു ഫസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞു. അതിൻ്റെതായ ചില ഒരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു ബിനുവിന്. പക്ഷെ നമുക്കത് വലിയ കുഴപ്പമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ബിനുവിനെ പറ്റുന്ന രീതിയിൽ ബിനു നന്നായിട്ട് ചെയ്തു. പിന്നെ ഇത് ഇനി വന്ന് ഒരു 2-3 തവണയൊക്കെ ഇവിടെ വന്നു കഴിയുമ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അടുത്ത തവണ ഇവിടെ വന്നിരിക്കുമ്പോൾ ബിനുവൊക്കെ ഇവിടെ നിന്ന് തകർക്കുന്ന കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു ഗുണം അതാണ്. വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ പിഷുവിൻ്റെയും ഒക്കെ ഇവിടുത്തെ ഒരു സപ്പോർട്ട് കിട്ടിയുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ഇനിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ ബിനു, ഓൾ ദ ബെസ്റ്റ്. സ്റ്റാൻഡപ്പ് കോമഡി രംഗത്തേക്ക് ഒരു നല്ലൊരു തുടക്കം വരുന്നല്ലോ, നല്ലൊരു സ്റ്റെപ്പാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. യു ഡൺ യുവർ ബെസ്റ്റ് ഓൾസോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. വീണ്ടും വരിക, ഇതിലും ഗംഭീരമായി പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഹലോ ചേട്ടാ മാറ്റാം. ഡ്രൈവർ വന്നാൽ നമ്മൾ ഉടനെ മാറ്റി തരാം. മാറ്റാം എടുക്കില്ല. പ്രശ്നം ഉണ്ടാക്കില്ല. മാറ്റി. നിങ്ങളുടെ ഡ്രൈവർ വന്നു, വാഹനം മാറ്റി, ഞങ്ങളുടെ വാഹനം പുറത്തിറക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നു. ആ നല്ല മനസ്സിന് നന്ദി. അവന് ഈ സമയത്ത് വാഹനത്തിലൊന്ന് പാർക്കിൽ പോണ ഒരു ശീലമുണ്ടേ, അതുകൊണ്ടാ. വരാം മോനെ. നന്ദി നന്ദി നന്ദി. Once Upon a Time version 2.0 അടുത്തതായി എക്സലൻസ് അവാർഡ് സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ നമ്മോടൊപ്പം ചേരുന്ന താരം മിമിക്രി രംഗത്തും ടെലിവിഷൻ പരിപാടികളിലും ചലച്ചിത്ര മേഖലയിലും ഒപ്പം ടെലിവിഷൻ ചാനൽ പ്രോഗ്രാമിലും ഒക്കെ സജീവമായ കലാകാരൻ. സ്വാഗതം ചെയ്യുന്നു ശ്രീ അപ്പു ജോസ്. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം ചേട്ടാ, നന്നായിട്ട് ഇരിക്കുന്നു. അപ്പോ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ തിരുമാലി എന്ന് പറയുന്ന ചിത്രത്തില് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് കണ്ടിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. ചായക്കടക്കാരൻ. ഉഗ്രനായിരുന്നു. അപ്പൊ ഇപ്പൊ എത്ര സിനിമകൾ ചെയ്തു? ഞാനൊരു 9ഓളം സിനിമകൾ ഇപ്പൊ കഴിഞ്ഞു. അതിനകത്ത് റിലീസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ ടീമിന്റെ പത്രോസിന്റെ പടപ്പുകൾ വിശുദ്ധം വെച്ചു 2 സിനിമ അവർ തന്നെയാണ്. അതിലും 1-2 സീൻ ഉള്ളെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഗംഭീരമായിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാലും അത് നന്നായിട്ട് ചെയ്യാന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഒരു മികച്ച പ്രതിഭ ആയതുകൊണ്ട് അപ്പോൾ എപ്പോഴും അത് സാധിക്കുന്ന ഒരു കാര്യമാണ്. എത്ര വർഷമായി പ്രൊഫഷണൽ മിമിക്രി രംഗത്ത് എത്തിയിട്ട്? ഞാനിപ്പം ഒരു 22 വർഷമായിട്ട് അതിനൊരു കൈഡ് വിജയുടെ 22 വർഷമായിട്ട് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രൊഫഷണലായിട്ട് ഏതൊക്കെ ട്രൂപ്പുകളിലുണ്ടായിരുന്നു? അപ്പോ ഞാൻ പ്രൊഫഷണലായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോട്ടയം നസീർക്കയുടെ ട്രൂപ്പിലാണ് അവസാനത്തെ 2-3 വർഷം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ ഒരു ട്രൂപ്പായിട്ട് പോയിട്ടില്ല. എവിടെ പരിപാടി ഉണ്ടോ, ആരെപ്പോൾ വിളിക്കുന്നോ അവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് 20 വർഷം മുമ്പ് നമുക്ക് അത്രയും ധൈര്യം കിട്ടൂല്ലേ? ഫ്രീലാൻസ് എന്ന് പറയുന്നത് വലിയ പാടായിരുന്നു. അതെ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമുള്ള ട്രൂപ്പിന്റെ ഭാഗമായിരിക്കും. അത് കലാഭവൻ, ഹരിശ്രീ തൊട്ട് വലിയ ഓസ്കാറൊക്കെ തൊട്ട് വലിയ ട്രൂപ്പ് തൊട്ട് ചെറിയ ട്രൂപ്പുകൾ വരെ എങ്ങനെ പോലും ഒരു 10-30 ഒരു 20 പരിപാടിയുള്ള ഒരു ട്രൂപ്പിൽ നമ്മളായിരിക്കുക എന്ന് പറയുന്നത് ഒരു കമ്പനി ജോലി കിട്ടുന്ന പോലെയായിരുന്നു. അന്നും ഫ്രീലാൻസ് കളിക്കുമായിരുന്നു. അന്ന് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് കലാഭവനിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാൻ ഈ മിമിക്രി കളിച്ചു വരുന്ന സമയത്ത് എന്റെ പള്ളിയിലെ ഇടവക വികാരിയച്ഛൻ്റെ ഒരു തന്നെ ആബേലച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ അന്ന് ഞാൻ ഇത്രയും ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ല, ചെറുതാ. അപ്പൊ ആബേലച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആബേലച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ കുറച്ചും കൂടി വലുതായിട്ട് നിന്നെ എടുക്കാം. ഞാൻ 1-2 സ്റ്റാറൊക്കെ ചെയ്തപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ ഉള്ളവരെല്ലാവരും കുറച്ച് വലിയ ചേട്ടന്മാരാ. അപ്പൊ നീ ഒരു 2 വർഷം കൊണ്ട് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഷാജോൻ ചേട്ടനൊക്കെ കലാഭവനാണ്. അപ്പൊ ഇവരുടെയൊക്കെ വീഡിയോ കാസറ്റുകൾ, ഗൾഫ് ഷോസിന്റെ കാസറ്റുകളെ കണ്ടിട്ട് നമ്മളങ്ങ് ചാർജ് ആയി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഏതോ ഒരു എപ്പിസോഡ് ഈ ഷാജോൻ ചേട്ടനൊക്കെ ഉള്ള ആ സമയത്ത് കലാഭവന്റെ ടീം വണ്ടി വന്ന് നിർത്തിയിട്ട് ഒരു 9 പേര് മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഓടിക്കളയുമായിരുന്നു. ഉപ്പുകണ്ട ബ്രദേഴ്സിൽ മറ്റേ ഇവര് വരുന്ന പോലെയാ ഒരു സംഘം വരുമായിരുന്നു. അതിനകത്ത് എല്ലാ 6 അടി പൊക്കമുള്ള ആൾക്കാരും വന്നിറങ്ങുന്ന ടീമായിരുന്നു കലാഭവന്റെ ആ വർഷത്തേക്ക്. അതൊരു ഉഗ്രൻ ടീമുമായിരുന്നു ആ വർഷത്തെ ഷോയൊക്കെ. അപ്പൊ പിന്നീടുള്ള എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുതാവ് കലാഭവനിൽ ചേരുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആബേലച്ഛൻ മരിച്ചുപോയി. ആബേലച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ ഫാദർ മരിക്കുന്നതിനേക്കാൾ വലിയ വിഷമം വരുന്നു. ഞാൻ ഡെയിലി പേപ്പർ കട്ടിങ്ങുകളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കലും അങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എനിക്കൊരു മകൻ ഉണ്ടായപ്പോൾ എന്റെ മകൻ ആബേൽ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്.
ഈ ഒരു സാഹചര്യത്തിൽ കലാഭവന്റെ ഓർമ്മകൾ എന്താണ് ഷാൻ ചേട്ടാ? ചേട്ടൻ അവിടെ ഒരു എത്ര വർഷം ഉണ്ടായിരുന്നു കലാഭവൻ? ഞാനൊരു 5 വർഷം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 95 to 2000 വരെ ഉണ്ടായിരുന്നു. അവലച്ചൻ മരിക്കുന്ന തൊട്ട് മുമ്പാണ് ഞങ്ങൾ ഒരു വേൾഡ് ടൂർ ഒക്കെ പോയത്. അതൊക്കെ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം മിമിക്രിക്കാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. കാരണം ഒരുമിച്ച് ഒരു 3.5 മാസക്കാലം ഒരു 12 രാജ്യങ്ങളോളം ആ സമയത്ത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മിമിക്രിക്കാരൊക്കെ പിഷുവൊക്കെ എന്താണ് മാസത്തിൽ 5-6 തവണ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. രണ്ട് കാര്യമാണ്. ഒന്ന് ഇന്റർനെറ്റിന്റെ വരവ്, മൊബൈലിന്റെ വരവ്. ഇത് രണ്ടും വന്നതോടുകൂടി വിദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ ഒരാളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാൻ തുടങ്ങി. മറ്റേത് ഒരാളെ വിളിച്ച് അയാൾ നാട്ടിലുള്ളവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. എങ്കിൽ പോലും കലാഭവൻ അല്ലെങ്കിൽ പ്രസാദേട്ടന്റെ ഒക്കെ സംഘത്തിൽ നിൽക്കുമ്പോഴുള്ളതല്ലാതെ ഒരു വേൾഡ് ടൂർ ഒരു രാജ്യത്തോട്ട് പോകും വരും. എത്ര 3 മാസം 3.5 മാസക്കാലം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. 12 രാജ്യങ്ങളുണ്ടായിരുന്നു. 12 രാജ്യങ്ങളിൽ. അപ്പം ആരാ ഇരിക്കുന്നത്? അല്ല, അത് പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ചില രാജ്യങ്ങളൊക്കെ ചെന്നത് നമ്മൾ പോലും അറിഞ്ഞിട്ടില്ല. വെളുപ്പിന് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യുന്നു, നേരെ പോകുന്നു. റോമിലൊക്കെ ആ സമയത്ത് പോയിട്ട് നേരെ ചെല്ലുന്ന സ്റ്റേജിലോട്ടാണ്. സ്റ്റേജിൽ ചെന്ന് ഷോ ചെയ്യുന്നു, അന്ന് പോയിട്ട് തന്നെ വേറെ അടുത്ത സ്ഥലത്തോട്ട് പോവാ. റോമിൽ ചെന്നു എന്ന് നമുക്ക് പറയാന്നുള്ളതല്ലാതെ ഒരു സ്റ്റേജ് ഒരു ഓഡിറ്റോറിയം വേറൊന്നും കണ്ടിട്ടില്ല ആ സമയത്ത്. പക്ഷെ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആബലച്ചനുമായിട്ടുള്ള ഒരു യാത്രയും കാര്യങ്ങളും ഒക്കെ. ചേട്ടാ അതുപോലെ തന്നെയായിരുന്നു. നിങ്ങള് കലാഭവനിൽ നിന്ന് വേൾഡ് ട്രിപ്പ് പോകുമ്പോൾ ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ് വന്നതിന് ശേഷമുള്ള വീഡിയോ കാസറ്റ് കാണാൻ വേണ്ടിയിട്ട്. അത് എനിക്ക് കിട്ടിയ മിമിക്രിയിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദേമാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന കാസറ്റിൽ അടുപ്പിച്ച് 2-3 വർഷം പങ്കെടുക്കാൻ പറ്റിയായിരുന്നു. 2009 അതിന്റെ CD-യുടെ കവറിന്റെ പുറത്ത് എന്റെ ഫോട്ടോയും ഉണ്ട്. അതെനിക്ക് ഇനി ഒരിക്കലും ഒരു പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത്. അല്ല, ദേമാവലി കൊമ്പത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളത് അന്നൊരു മിമിക്രിക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. ദേമാവലി കൊമ്പത്തിൽ പങ്കെടുക്കുക, കലാഭവനിൽ ചെന്ന് പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പുവിന്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ കുറെ സ്റ്റാർ ഇമിറ്റേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് പാതിരാത്രിയിലും വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ എനിക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ലാലു അലക്സിന്റെ ശബ്ദം. ഇപ്പോൾ ലാലു അലക്സിന്റെ കുറച്ച് ഗൗരവമായിട്ടുള്ള ശബ്ദമാണ് ഞാൻ സാധാരണ വേദിയിൽ ചെയ്യുന്നതെങ്കിലും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ഉണ്ടപ്പോൾ അതിൽ നിന്നും ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡയലോഗ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മോളെ, നീ പരസ്യക്കാരെ അങ്ങനെ അടച്ചാക്ഷേപിക്കൊന്നും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തെക്കാൻ വേണ്ടിയിട്ട് ബ്രഷിലേക്ക് പേസ്റ്റ് എടുക്കുമ്പോ എന്നാ ഓർമ്മ വരുന്നേ? പേസ്റ്റിന്റെ പരസ്യം. അവിടെ നിന്നും കുളിമുറിയിലോട്ട് കയറി കഴിഞ്ഞാൽ തലയെ തേക്കാനായിട്ടുള്ള എണ്ണ, സോപ്പ്, ഷാമ്പു, ഈ ചപ്പ് ചവറ് സാധനങ്ങളെല്ലാം പരസ്യക്കാരാ നമുക്ക് പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നാലോ ഇഡലി മാവ് തൊട്ട് പുട്ടുപൊടി വരെ ഈ പരസ്യക്കാരുണ്ടാക്കുന്ന പരസ്യക്കണ്ടേച്ചാ നമ്മൾ വാങ്ങിക്കുന്നേ. നമ്മളെ ലൈഫ് ഇപ്പൊ നിയന്ത്രിക്കുന്നതിന് പരസ്യക്കാരാന്നേ. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന, പച്ചക്കിളിക്കൊരു കൂട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇത്ര ഇപ്പം ലാലു അലക്സിനെ ആയിക്കോട്ടെ, ഏത് നടനായിക്കോട്ടെ, പലരും ജീവിതത്തിന്റെ എന്നോ ഒരിക്കൽ അവരുടെ ഒരു ഡയലോഗ് പഠിച്ചു വെച്ചിട്ട് ആ ഡയലോഗാണ് മിമിക്രി ഉള്ളിടത്തോളം കാലം അവതരിപ്പിക്കുന്നത്. നടന്മാര് ചെയ്ത് പോവുകയും നമ്മൾ നടന്റെ ഒരു പഴയ ഡയലോഗുമേ പിടിച്ചു നിൽക്കുകയും ചെയ്യും. ഇത്രയും പുതിയ ഡയലോഗ് ഇരുന്ന് പഠിച്ചുകൊണ്ട് വന്നതിന് അപ്പൂന് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ പറയണം കേട്ടോ. അപ്പൂ അതുപോലെ തന്നെ അധികം ആരും അനുകരിക്കാത്ത ഒരു താരമല്ല, അദ്ദേഹം ഒരു വൈദികനാണ്. കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറയും. ജോസഫ് പുത്തമ്പറക്കിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ശരികൾ വരും. അദ്ദേഹമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ മിമിക്രിക്കാരികൾ കൂടുതൽ തമാശ പറയുന്ന ഒരാൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാം. വിവാഹം എന്ന് പറയുന്നത് പിള്ളകളിയല്ല, കലാമാശയല്ല. കുടുംബം ഇമ്പമുള്ളത് കുടുംബം, കുടുംബം ഇമ്പമില്ലെങ്കിൽ ഭൂകമ്പം എന്നാ പറയുക. പിന്നെ പറയും ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേല് കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്കമേലെ കിടക്കുമെന്ന്. വെൽഡിങ് കേൾക്കുമ്പം ഏകദേശം ഒരുപോലെയാ, പക്ഷെ വലിയ വ്യത്യാസമാണ്. വെൽഡിങ് എന്ന് പറയുമ്പം ആദ്യമേ തന്നെ തീയുണ്ടാകും, പുകയുണ്ടാകും, പൊട്ടലുണ്ടാകും, ചീറ്റിലുണ്ടാകും. അത് കഴിയുമ്പം അതങ്ങ് സെറ്റാകും. എന്നാൽ വെഡിങ് എന്ന് പറഞ്ഞാൽ നേരെ മറിച്ചാ. വീട്ടുകാര്, നാട്ടുകാര്, കൂട്ടുകാര് എല്ലാവരും കൂടി ചേർത്ത് അങ്ങ് സെറ്റ് ചെയ്ത് നിർത്തും. പിന്നീട് ജീവിതത്തിൽ മൊത്തം തീയായിരിക്കും, പുകയായിരിക്കും, പൊട്ടിലായിരിക്കും, ചീറ്റിലായിരിക്കും. ഇതാ ദാമ്പത്യം. ഇത്രയും നല്ല പ്രതിഭയാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഫുൾ ടൈം കലാകാരൻ മാത്രമല്ല അപ്പൂന് പണിയുണ്ട്. എന്താ ചെയ്യുന്നത് വേറെ? എനിക്ക് ആക്ച്വലി ഞാനത് പുറത്തധികം പബ്ലിസിറ്റി കൊടുക്കാറില്ല. എങ്കിൽ പോലും പറയാണ് ഞാനൊരു യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ബാങ്കിൽ ജോലിയുള്ള ഒരേ ഒരു മിമിക്രിക്കാരൻ. അത് കാരണം തന്നെ ഈ കോവിഡിന്റെ സമയത്ത് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ജീവിച്ചു. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2-3 വർഷം പ്രോഗ്രാമില്ലായിരുന്നപ്പോ ചുമ്മാ വെച്ചതാണ് ഈ മീശ. കാരണം ഇതുവരെ ഒരു ചാനലിലും ഞാൻ മീശ വെച്ചിട്ട്
പോയി പെർഫോം ചെയ്തിട്ടില്ല. അതെ, ഞാനും ഇന്ന് മീശ കണ്ട പോർത്തു, എന്താ മീശയൊക്കെ വെച്ച് വന്നേക്കുന്ന ഒരു പോലീസുകാരൻ വരുന്ന പോലെ ഉണ്ടല്ലോ എന്നുള്ളത്. അത് എന്റെ ഒരു സുഹൃത്ത് ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ അവൻ ഒരു സിനിമയിൽ ഒരു പോലീസ് വേഷം എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ചുമ്മാ നോക്കാം എത്രത്തോളം പോകുമെന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ച് നോക്കിയതാ. അത് മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ അപ്പുചേട്ടന്റെ യഥാർത്ഥ രൂപം കാണുന്നത്. അതെ, ഇതിനു മുമ്പ് പല വേഷങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. അല്ല, ബാക്കിയുള്ള എല്ലാ മിമിക്രിക്കാരും ഇപ്പൊ അപ്പു പറഞ്ഞ പോലെ കോവിഡിന്റെ സമയത്ത് ലോൺ മുടങ്ങിയെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളി വന്നോണ്ടിരുന്നതാ. ഇവൻ വിളിച്ചോണ്ടിരുന്ന ആളാ ബാക്കിയുള്ളവരെ. അതുപോലെ ജോലിയുള്ള ഒരാളാണ് അപ്പു എന്ന് പറയുന്നത്. അപ്പു നല്ലൊരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ കൃത്യമായ ഫോളോ അപ്പുകളുള്ള, നമ്മൾ വിചാരിക്കാത്ത ചില ചടങ്ങുകൾക്കൊക്കെ, അല്ലെ നമ്മുടെ വീട്ടിലെ ചില ഫംഗ്ഷന്, ചില ന്യൂ ഇയറുകൾക്ക് ഒക്കെ നമ്മൾ ചില ആശംസകൾ കുറെ കിട്ടും. ചിലര് നമ്മൾ ഇതിനെ ഓർത്തു അയച്ചോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ ചില മെസ്സേജുകളൊക്കെ ഇടയ്ക്ക് അയക്കുന്ന, ബന്ധങ്ങൾ നിലനിർത്തുന്ന നല്ല വ്യക്തികളിൽ ഒരാളാണ്. രമേശ് ചേട്ടന് ഞാൻ മെസ്സേജ് അയക്കേണ്ട ഒരു കാരണം കൂടി ഉണ്ട്. അത് രമേശ് ചേട്ടൻ അറിയില്ലാത്തൊരു കാരണമാണ്. ഒന്ന്, രമേശ് ചേട്ടന്റെ മകൻ ജനിച്ച ദിവസം തന്നെയാണ് എനിക്ക് മകള് ജനിച്ചത്. രണ്ട്, രമേശ് ചേട്ടന്റെ കല്യാണത്തിന്റെ അതേ ദിവസം തന്നെയായിരുന്നു എന്റെ ബ്രദറിന്റെ കല്യാണം. രമേശ് ചേട്ടൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ എന്റെ ബ്രദറിന്റെ കല്യാണത്തിന്റെ അന്ന് രാവിലെ ബൊക്ക വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോ രമേശ് ചേട്ടൻ ബൊക്കയൊക്കെ പിടിച്ച് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ നിൽക്കുക. കാരണം എന്റെ നാട്ടുകാരിയാണ് രമേശ് ചേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതെ അതെ. എന്റെ ഭാര്യയുടെ ഒറിജിനൽ നാട് അയ്യമ്പള്ളി എന്ന് പറഞ്ഞ ചെറായിക്കടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ ബൊക്കയായിട്ട് നിൽക്കുമ്പോൾ നിന്റെ ചേട്ടന്റെ കല്യാണം, എന്റെ കല്യാണത്തിന് ഞാൻ ബൊക്ക വാങ്ങിച്ചിട്ട് വരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു പോയിട്ട് പോയാ ചോദിച്ചിരുന്നെങ്കിൽ എന്റെ ബൊക്ക ഞാൻ സെക്കൻഡ് ഹാൻഡ് വിലക്ക് തന്നേനല്ലോ. ഞാൻ വെറുതെ പിടിച്ചോണ്ടിരിക്കണായിരുന്നു, ഒരാവശ്യമില്ല, അപ്പൊ തന്നെ കൊടുത്താ ബൊക്കെ. അല്ല, അപ്പൊ അതുകൊണ്ട് ആ ദിവസങ്ങളൊക്കെ വരുമ്പോ എനിക്ക് നല്ല ഓർമ്മയായിരിക്കും. ഞാനേ വെറുതെ അല്ല, ഇവൻ എങ്ങനെ എന്റെ വെഡിങ് ആനിവേഴ്സറി കൊച്ചിന്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയക്കുന്നു ഓർത്തിട്ട് അപ്പു അങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴല്ലേ അറിഞ്ഞത് ഇവൻ ചേട്ടന്റെ വെഡിങ് ആനിവേഴ്സറി. ഇന്ന് പുള്ളിയുടെ കല്യാണമാണല്ലോ, മോള് ജനിച്ചു, ഇന്ന് പുള്ളിയുടെ മോന്റെ ബർത്ത്ഡേ ആണല്ലോ എന്നും പറഞ്ഞുള്ള അപ്പു. അടുത്തായിട്ട് പ്രേമം എന്ന ഒറ്റ ചിത്രത്തില് കോമഡി കാണിച്ചുകൊണ്ട് പ്രേക്ഷക മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു താരമാണ് വിനയ് ഫോർട്ട്. വിനയ് ഫോർട്ടിന്റെ ഈ അടുത്ത് ഇറങ്ങിയ മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡയലോഗ്. തനിക്ക് ഷർട്ട് തുന്നാൻ അറിയോ, പൊറോട്ട അടിക്കാൻ അറിയോ, ബീഫ് കറി ഉണ്ടാക്കാൻ അറിയോ, ഇതെല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യും. അപ്പോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തനിക്കറിയില്ല, താൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. ഈ താൻ ഇവിടെ കൊണ്ടുവന്ന് ഒരുപാട് ഷോ കാണിച്ചു കഴിഞ്ഞാല് ഡാൻസ് അറിയുന്ന നല്ല കൊറിയോഗ്രാഫേഴ്സിനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് തന്നെ പിടിച്ച് ഞാൻ കെട്ടോട്ട് അടിക്കും. മര്യാദയ്ക്ക് പോയിട്ട് എനിക്ക് കളിക്കാനായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കി. ചെല്ലേ. സൂപ്പർ. അപ്പൊ ചേട്ടാ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മൾ ലാസ്റ്റ് കണ്ടത് നമ്മൾ ഒരുമിച്ചൊരു വർക്ക് ചെയ്തായിരുന്നു, ലാഫിംഗ് ബുദ്ധ എന്നൊരു മൂവി ചെയ്തായിരുന്നു. അപ്പം ഒരുമിച്ച് വർക്ക് ചെയ്ത് അന്ന് കണ്ടിരുന്നു. എന്തായാലും വീണ്ടും കാണാൻ സാധിച്ചാലും ഈ ഫ്ലോറിൽ വന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരം ഏറ്റുവാങ്ങണം. അത് നൽകാനായിട്ട് ഞാൻ രമേശ് ചേട്ടനെയും ഷാജു ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ അപ്പു ജോസ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ സമ്മാനിച്ചു. വളരെ പെർഫെക്റ്റ് ആയിക്കൊണ്ട്, ഏറ്റവും പുതിയ ഡയലോഗുകൾ വെച്ചുകൊണ്ട് ഒരുപാട് ശബ്ദങ്ങൾ ഇവിടെ അനുകരിച്ചു. ഒരു മിമിക്രി കലാകാരൻ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു അഭിനേതാവ് കൂടിയാണ്. അദ്ദേഹം വന്നപ്പോൾ നമ്മൾ ആബേലച്ചനെ കുറിച്ച് ഇവിടെ കുറച്ചു നേരം സംസാരിക്കാൻ കാരണമായി. അങ്ങനെ പലതരത്തിൽ നമ്മുടെ എപ്പിസോഡുകളെ ധന്യമാക്കാൻ സാന്നിധ്യം കൊണ്ട് സാധിച്ചു. ഈ എപ്പിസോഡിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു ആദരവ്. അപ്പു ജോസിന്റെ ഒരുപാട് പ്രകടനങ്ങൾ നമ്മളിവിടെ കണ്ടെങ്കിലും നമ്മൾ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരിനം അദ്ദേഹം പല വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരിനം. കാരണം ചിലപ്പോഴൊന്നും അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ ഇങ്ങനെയല്ല, ചിലപ്പോഴൊന്നും അല്ല, ഭൂരിപക്ഷം തവണയും നിങ്ങൾ അപ്പു ജോസിനെ കണ്ടിട്ടുള്ളത് ഈ രൂപത്തിലല്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം കൂടെ ഇനിയുണ്ട്. അത് നമുക്ക് എപ്പിസോഡ് തീരാറാവുമ്പോഴത്തേക്ക് മറ്റേ സമ്മാനം പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്ക് കാണാം, അല്ലേ? തൃശ്ശൂർ നിന്ന് ജോസും പാലക്കാട് നിന്ന് ബിനുവാണ് ഇന്ന് പെർഫോം ചെയ്തത്. ഇവരിൽ ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്നറിയാം. ഇരുവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസ്, ബിനു രണ്ടുപേരുടെയും മികച്ച പ്രകടനങ്ങളായിരുന്നു. ഒരുപാട് പുതിയ പ്രയോഗങ്ങൾ കൊണ്ട് നമ്മളെ കൂടുതൽ ചിരിപ്പിച്ച് ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആയത് ജോസ് തൃശ്ശൂർ.
ജോസും ബിനുവും ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ എപ്പോഴും എക്സലൻസ് അവാർഡിന് വരുന്ന പ്രതിഭകൾ നമ്മളുടെ പുതിയ പ്രതിഭകളുമായി സംസാരിക്കുകയും അവരുടെ അനുഭവങ്ങൾ അവർക്ക് പ്രചോദനമാകാറും ഒക്കെ ഉണ്ട്. അപ്പു ജോസിന്റെ പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടു, നമ്മളെല്ലാവരും കണ്ടു. എങ്കിലും നമ്മളൊരു സസ്പെൻസ് വെച്ചിരുന്നു. അപ്പു ജോസിനെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മൾ ഈ കണ്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന കലാകാരനായിട്ടല്ല, അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ഇനവുമായിട്ടാണെന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ മാസ്റ്റർ പീസ് പ്രകടനമാണ് ഇനി. അദ്ദേഹം വരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ആശംസ പറയും. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഫൺസ് അവാർഡ് ടൈം എന്ന ഈ പരിപാടിയിൽ ഒരുപാട് പുതിയ പ്രതിഭകൾ വരികയും അവരുടേതായിട്ടുള്ള പല പെർഫോമൻസുകൾ കാഴ്ചവെക്കുകയും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ എത്തുകയും വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുള്ള ഈ രണ്ടുപേരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. സൂപ്പർ സൂപ്പർ, അടിപൊളി. അപ്പൊ ചേട്ടാ, സാധാരണ സ്റ്റേജിൽ എപ്പോഴും പറയാറുള്ള ഡയലോഗ് എന്താണ്? ഞാൻ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ ഒരു മംഗലപുരത്ത് ഗംഭീരമായിട്ടുള്ള ഒരു സ്പീച്ച് ഉണ്ട്. ആ സ്പീച്ചാണ് അവതരിപ്പിക്കാറുള്ളത്. അത് കുറച്ച് പഞ്ച ഡയലോഗാണ്. അത് പറ, പഞ്ച് പറ. ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, എന്നെ അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയാതെ. അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഒരു കാലം ബ്രണ്ടൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ആ കാലത്തെ പറ്റി ഈ പറയുന്നവർക്ക് അറിയില്ല എങ്കിൽ പഴയ ആളുകളോട് ചോദിച്ചു നോക്കണം. എന്താണ് അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്കും നടുക്കം കൂടെ തന്നെ നടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. അന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് എന്നെ ഇപ്പോ എന്ത് ചെയ്ത് കളയുന്നതാണ്. ഇന്ദ്രനെ ചന്ദ്രനെ എന്നെ തടുക്കാനാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം. അതുകൊണ്ട് അമ്മ അതിന് വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. എന്തിനു വെറുതെ അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നു? സൂപ്പർ.